ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് എല്ലാ ദിവസവും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ചാനലിൻ്റെ പേര് അത് സ്ക്രീൻഷോട്ടിൽ തന്നെ കാണാം, കുസൃതി കുട്ടനാണ്, അതാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഞാനും എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ജീവിതത്തിലുണ്ടാകുന്ന നമുക്ക് എന്താണ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, നമുക്ക് എന്ത് മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ അതിൽ അറിവ് വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന് വരും 12% പേര് മാത്രമേ അതങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. സത്യം പറയാനുണ്ടെങ്കിൽ സമയനഷ്ടം നല്ലപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഒരു യഥാർത്ഥത്തിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സമയനഷ്ടം ഒരു ആണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ചിലർ പറയും ഇപ്പോൾ ചാനലല്ലെങ്കിലും കൂടി ചാനലല്ല, ചിലർ എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊക്കെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് വെറുതെ നേരം പോകാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അതും സമയനഷ്ടം തന്നെ. ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും എൻഗേജ് ആവും, പിന്നെ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. കുറച്ച് നമ്മളെപ്പോഴും നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലും ന്യൂസുകൾ കാണാനോ എന്തായാലും സിനിമ എന്തെങ്കിലും കുറച്ച് കോമഡികൾ കാണാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കും സോഷ്യൽ മീഡിയ. അങ്ങനെ പലതിനായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ ചാനൽ നടത്തുന്നവരെന്ന് പറഞ്ഞാൽ ഇത് ചാനൽ അങ്ങോട്ട് തുടങ്ങി കുറച്ച് വീഡിയോസ് അങ്ങോട്ട് ഇട്ട് പെട്ടെന്ന് അങ്ങോട്ട് മോണിയായി കഴിഞ്ഞ് ഇതിൻ്റെ അകത്തുനിന്ന് പെരുമഴ പൈസ ഇങ്ങനെ ഒഴുകി വരും എന്നൊക്കെ ഉള്ള ധാരണയിൽ ചാനൽ തുടങ്ങുന്നവരുണ്ട്. വളരെ മിഥ്യയായ ഒരു സംഭവമാണ്, ആ ധാരണയാണ് കേട്ടോ അത്. കാരണം എഫേർട്ട് ഇതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അത് നമ്മളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അല്ലാതെ നിസ്സാരമായിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചിട്ടിട്ട് പൈസ ഉണ്ടാക്കാം, അതുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഇതേ വേണ്ട. അത് അങ്ങനെയുള്ളവർ സൈഡായിട്ട് കൊണ്ടുപോകുക, എന്നെപ്പോലെയൊക്കെ അതുള്ളവർ സൈഡായിട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് എഫേർട്ട് എടുത്ത് നിങ്ങൾ ഉള്ള ജോലിയും കളഞ്ഞിട്ട് ഇതിൻ്റെ അകത്തായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു പോരാത്തതിന് ഇപ്പോൾ പോളിസികളൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുമ്പോഴും അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അറിവ് വർദ്ധിപ്പിക്കുന്നതെന്നുള്ളതിൽ ഭയങ്കര ഒട്ടുമില്ല അല്ലേ. പിന്നെ മാനസിക സമ്മർദ്ദം കൂടുന്നു എന്നുള്ളത് 12% പറയുന്നുണ്ട്. നമ്മൾ ഈ മാനസിക സമ്മർദ്ദം അങ്ങനെയൊന്നുമില്ല, ഈ സമയനഷ്ടം ഉണ്ടാക്കും. പിന്നെ മാനസിക സമ്മർദ്ദം നമ്മളിപ്പോൾ ബോറടിച്ചൊക്കെ ഇരിക്കുമ്പോൾ 2 വീഡിയോ 2 കോമഡിയൊക്കെ കാണുമ്പോൾ മാനസിക സമ്മർദ്ദം അങ്ങനെ കൂടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചാനൽ നടത്തുന്നവർക്ക് നല്ല രീതിയിൽ സമ്മർദ്ദം ഇങ്ങോട്ട് കിട്ടാനാണ് സാധ്യത. എന്താണെന്ന് വെച്ചാൽ കുടുംബത്തോട്ട് ഓരോ പ്രശ്നങ്ങൾ വരുന്ന വഴി അറിയില്ല. അത് ലാസ്റ്റ് പോയിന്റുമായിട്ട് നമുക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുമായി അടുപ്പിക്കുന്നു, ആ അടുപ്പം തന്നെയാണ് കുഴപ്പം. മറ്റുള്ളവരുമായി അടുപ്പിക്കും, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ അടുപ്പം നമുക്ക് തന്നെ അവസാനം വിനയാവുകയും ചെയ്യും. അനുഭവം കൊണ്ട് പറയണം ഫ്രണ്ട്സ്. ഇപ്പോഴത്തെ മനുഷ്യരെ കാര്യമല്ല, സ്വാർത്ഥരാണ്. അവരുടെ കാര്യം കാണാൻ വേണ്ടി മാത്രം അടിവരയിട്ട് പറയാം. കാര്യം കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കുറ്റക്കാരാണ്. അങ്ങനെയുള്ള ആളുകളാണ്. കാര്യം കാണുന്നത് വരെ ഭയങ്കര വിളിയും പറച്ചിലും ബഹളവും ചാട്ടവും ഓട്ടവും ഒക്കെ ആയിരിക്കും, ഭയങ്കര പൊക്കിപ്പറച്ചിലും ഒക്കെ ആയിരിക്കും. പിന്നെ അങ്ങോട്ട് അപ്പുറത്ത് മാറി നിന്നുകൊണ്ട് നമ്മളെ തന്നെ കുറ്റം പറയുകയും ചെയ്യും. പുറമെ നമ്മളോടൊന്ന് പറയും, അപ്പുറത്ത് പോയി മറ്റൊന്ന് പറയും. ഇതാണ് മിക്ക ആളുകളുടെ സ്വഭാവം. അപ്പോൾ മറ്റുള്ളവരുമായി അടുപ്പിക്കുന്നതിൻ്റെ കാര്യം പറയുന്നുണ്ട്. ലൈവും ചാനലൊക്കെ നടത്തുന്ന സ്ഥിതിക്ക് നമുക്ക് തന്നെ അറിയാം. കണ്ട ആളുകൾ നമ്മുടെ ലൈവിൽ ഒന്ന് പറയും, അപ്പുറത്തെ ലൈവിൽ പോയി നമ്മളെ കുറിച്ച് തന്നെ കുറ്റം പറയും. അങ്ങനത്തെ ടീമുകളൊക്കെ ഉണ്ട് മക്കളെ. അതുകൊണ്ട് മറ്റുള്ളവരുമായുള്ള അടുപ്പത്തിനെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കണം നല്ലത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സമയനഷ്ടമാണല്ലേ ഫ്രണ്ട്സ് കൂടുതലും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, സമയനഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ഇത് നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങൾ പഠിച്ചതോ ഇതായിട്ടുള്ള ജോലികളാണെന്നുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് സൈഡാക്കി കൊണ്ടുപോയാൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റീച്ചും സജഷനും നല്ല രീതിയിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് വീഡിയോ ഓടുന്നുണ്ട്. അതിൽ നിന്ന് വരുമാനം മാസാമാസം നിങ്ങൾക്ക് ഡോളറൊക്കെ തേക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. നമുക്ക് എല്ലാ മാസമൊന്നും നമ്മൾ ഡോളർ 100 എത്തിക്കാൻ പറ്റുന്നില്ല. 2-3 മാസമൊക്കെ എടുക്കും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ഇത് റീച്ച് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അറിയാമല്ലോ, അപ്പോൾ റീച്ച് കുറവുള്ള അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പിന്നെ യൂട്യൂബിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുമ്പോൾ ചാനലിന് ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. അപ്പോൾ എന്താണെങ്കിലും വളരെ ശ്രദ്ധിച്ച് പോവുക. ചാനലായിട്ട് മുന്നോട്ട് പോകുന്നവരുടെ കാര്യമാണ് ഇത് പ്രധാനമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ടൈം പാസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോസൊക്കെ കണ്ട് അവരുടെ ഇതാക്കി പോകുന്നവർക്ക് വേറെ വിഷയമൊന്നുമില്ല കേട്ടോ. പിന്നെ കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് സമയനഷ്ടം മാത്രമല്ല, ഒരുപാട് പുതിയ ഓരോരോ അറിവുകളൊക്കെ കിട്ടും. അതിപ്പോൾ നമുക്ക് അറിയാത്തൊരു കാര്യം തന്നെയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നൊക്കെ ചിലത് കിട്ടും. ചിലത് ഫേക്ക് ആയിട്ടുള്ള അറിവുകളായിരിക്കും, അതിനേക്കാളും കുഴപ്പം പിടിച്ച അറിവുകളായിരിക്കും. അപ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം സമ്മിശ്രമായിട്ടൊക്കെ കിട്ടുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാത്ത ഇപ്പോൾ ഒരു പാചകമാണെങ്കിൽ തന്നെ നമ്മൾ അറിയാത്തൊരു കാര്യം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടെത്തും. അതൊക്കെ ഒരു ഉപകാരമുള്ള കാര്യം തന്നെ സോഷ്യൽ മീഡിയ.
അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മോശമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഫ്രണ്ട്സ്? ഒരു കമൻറ്റ് ഇടണേ നിങ്ങളുടെ അഭിപ്രായം.